എന്താണ് SSR എന്ന് നോക്കിയാലോ? സോളിഡ് സ്റ്റേറ്റ് റിലേ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഒരു സ്വിച്ചിങ് കമ്പോണന്റ് ആയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ ഇത് ഉപയോഗിച്ച് വരുന്നു. ഇൻപുട്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 to 32 DC വോൾട്ടേജ് ആണ് അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് റേഞ്ച്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് അവിടെയുണ്ട്, അതായത് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഔട്ട്പുട്ട് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 ആംപിയർ കപ്പാസിറ്റി ഉള്ള ഒരു SSR ആണ്. അതുപോലെ 2 ടെർമിനലുണ്ട്, ഒന്ന് കോമൺ ടെർമിനലും രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ടെർമിനൽ, അതായത് റിലേ വർക്ക് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് NO എന്നുള്ളത് NC ആയിട്ട് നമുക്ക് മാറും. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 സ്ക്രൂ ചെയ്യാനുള്ള ഒരു മൗണ്ടിങ് പോർഷൻ ആണ് കാണുന്നത്. അതിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു മെറ്റാലിക് സർഫേസ് ആണ്, അതായത് ഹീറ്റ് ഹൈലി പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹീറ്റ് സിങ്ക്, അലുമിനിയം ടൈപ്പ് ഹീറ്റ് സിങ്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് കണക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു സേഫ്റ്റി കവർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സേഫ്റ്റി കവർ റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് വയർ കേബിൾ എല്ലാം കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കൊരു ലാമ്പ് കണക്ട് ചെയ്ത് നോക്കിയാലോ. അതായിട്ട് ഞാൻ ഒരു SSR എടുത്തിട്ടുണ്ട്, ഒരു സ്വിച്ച് എടുത്തിട്ടുണ്ട്, ഒരു 220 ഒരു ലൈറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കവർ റിമൂവ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് വയർ കണക്ട് ചെയ്യാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണേ നമുക്ക് നോക്കിയാലോ. ഇൻപുട്ട് സൈഡിലേക്ക് ഞാൻ ഒരു 24 വോൾട്ട് DC കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ച് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കവർ അടച്ചു വെക്കാം, അതായത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഔട്ട്പുട്ട് സൈഡ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എന്ന ടെർമിനലിലേക്ക് ഞാൻ എൻ്റെ ലൈറ്റിന്റെ ഫേസിൽ ഒരു കോമൺ ടെർമിനൽ ഞാൻ 2 എന്ന ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് വയർ എന്ന് പറയുന്നത് ബൾബിന്റെ ഒരേന്റെ ന്യൂട്രലാണ്, അത് ഞാൻ ന്യൂട്രലിലേക്ക് കൊടുക്കും. അതുപോലെ SSRന്റെ 1 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് ഞാൻ കോമൺ സപ്ലൈ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. 1 എന്ന് പറയുന്നത് ഒരു ന്യൂട്രലും ഒരു ഫേസിൽ കോമൺ ചെക്ക് ചെയ്തതിന്റെ 238 ആണ് അതിന്റെ വോൾട്ടേജ്. പക്ഷെ ലൈറ്റ് നമ്മുടെ ഓപ്പറേറ്റ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് SSR ഒന്ന് ഓൺ ചെയ്തല്ലോ. അതിന് ഞാൻ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. അപ്പൊ നമുക്ക് കാണാൻ പറ്റും SSRൽ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ എന്റെ ബൾബും ഓൺ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ SSR 24 വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഓപ്പറേറ്റ് ആവുന്നുണ്ട്. അതുപോലെ നമുക്ക് ലൈറ്റ്, നമുക്ക് എന്ത് വേണമെങ്കിലും ഹീറ്റർ, അതുപോലെ നമുക്ക് സ്വിച്ച് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഈ SSRന് ഉപയോഗിക്കാം. സാധാരണയായിട്ട് SSR ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്യാസ് പ്ലാന്റ്, അതുപോലെ ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള, അതായത് മൂവിങ് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സാധാരണ കോണ്ടാക്ടർ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമ്മൾ ഈ SSR സാധാരണയായിട്ട് സജസ്റ്റ് ചെയ്തത്. ഷോർട്സ് വീഡിയോയിലൂടെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കമ്പോണൻസുകളാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.